എന്താണ് അറേ? എന്താണ് അറേ? ഈസ് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു ഫയൽ ഉണ്ടാക്കാം. ഓക്കെ. സോ അറേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ അറേക്കകത്ത് കീ വാല്യൂ പേരൊന്നുമില്ല. അറേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഒരു അറേ ഉണ്ടാക്കുന്നത്. ഇതാണ് ഒരു അറേ. അറേ എന്ന് പറയുമ്പോഴത്തേക്ക് അറേ എന്ന് പറയുന്നത് ഒരു 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 സെറ്റ് ഓഫ് ഡാറ്റ, അതിന്റെ ഒരു ഗ്രൂപ്പ് ആണ് ഒരു അറേ. ആ അറേക്കകത്ത് തന്നെ ഇൻഡെക്സ് ഇന്റേണലി ഉണ്ട്, പക്ഷെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ കീ വാല്യൂ പേര് കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുക്കത്തില്ല, ഇതേപോലെ കൊടുക്കത്തില്ല. ജസ്റ്റ് നമ്മൾ കോമ ഇട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വാല്യൂസ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോകും. അതാണ് അറേ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് കമ്പൈനിങ് അതർ. ഇതിനകത്ത് സിംഗിൾ ഡാറ്റ ടൈപ്പ് തന്നെ വേണമെന്നില്ല. എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എവിടെയത് എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ സ്ട്രിങ് ഇടാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ബൂളിയനും ഇടാം. ഓക്കെ. സോ അതാണ് അറേ. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അറേ. അറേ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ആണ് വിച്ച് കുഡ് ബി ഇൻ ജാവ. ചില ലാംഗ്വേജിനകത്ത് അറേക്കകത്ത് ഒരു ഡാറ്റ ടൈപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്പറിന്റെ അറേ ആണെങ്കിൽ നമ്പർ തന്നെ ആയിരിക്കണം, സ്ട്രിങ്ങിന്റെ അറേ ആണെങ്കിൽ സ്ട്രിങ്ങിന്റെ ആയിരിക്കണം. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആ സാധനം മെർജ് ലൈക്ക് രണ്ടെണ്ണം ഒക്കെ കമ്പൈൻ ചെയ്ത് ഇടാൻ പറ്റും. സോ അതാണ് ഒരു അറേ എന്ന് പറയുന്നത്. നമുക്ക് ഈ അറേയിലെ ഫങ്ഷൻസ് ഇതേപോലെ ഇവിടെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. നമുക്ക് കൊടുത്തു നോക്കാം. യെസ്, എന്റെ അറേ വന്നു. അറേക്കകത്ത് പ്രോട്ടോടൈപ്പ് അതുപോലെ വന്നു. അറേക്കകത്ത് മൊത്തം ഇത്രയും വകകളുണ്ട്. സ്ട്രിങ് ലൈക്ക് അറേ എന്ന് പറയുന്നത് നമ്മൾ റിയാക്റ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചവർ കണക്ക് ലൈക്ക് നമ്മൾ ഒബ്ജക്റ്റും അറേയുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഒക്കെ തന്നെ ചിലപ്പോൾ അറേ ഓഫ് ഒബ്ജക്ട്സ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അതും കവർ ചെയ്തില്ലെന്ന് തോന്നുന്നു. അറേ ഓഫ് ഒബ്ജക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോ കീ ഉണ്ടല്ലോ, കീ അല്ല, ഓരോ വാല്യൂ ഉണ്ടല്ലോ, അത് ഒരു കീ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. നെയിം അശ്വിൻ, ഏജ് 24, ഓക്കെ, ഇങ്ങനെ വരാം. നെയിം രാഹുൽ, ഏജ് 12. ഇത് കണ്ടോ, ഇതും ഒരു അറേ തന്നെയാണ്. ഇതൊരു വാലിഡ് അറേ ആണ്, ഒബ്ജക്റ്റ് അറേ. കണ്ടോ, അറേക്കകത്ത് ഇതാണ് യൂഷ്വലി നമ്മൾ റിയൽ കേസിൽ ഫ്രണ്ട് എൻഡിലൊക്കെ റിയാക്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് എൻഡിൽ നിന്ന് മോസ്റ്റ്ലി ഡേറ്റ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഒരു അറേ കാണും, അറേക്കകത്ത് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇത് ചിലപ്പോൾ നമ്മുടെ ഒരു ഡാറ്റാബേസിനകത്തുള്ള യൂസേഴ്സിന്റെ ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റോ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മളപ്പോൾ ലൂപ്പ് ചെയ്തിട്ടാണ് ഫ്രണ്ട് എൻഡിൽ കാണിക്കുന്നത്. അപ്പൊ ഇതൊരു അറേയാണ്. ഇതുപോലെ തന്നെ ഇവനും ഒരു അറേയാണ്. അറേക്കകത്ത് എന്തും ആവാം. ഞാൻ അതാണ് പറഞ്ഞത്, ഒബ്ജക്റ്റ് ആവാം, ജസ്റ്റ് കീ ആവാം, സംതിങ് ലൈക്ക് ദാറ്റ്. സോ നമ്മൾ പറഞ്ഞത് അറേക്കകത്ത് നമുക്ക് മൊത്തം ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഉപയോഗിക്കാം. എൻട്രീസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ വേണ്ട, അത് ഒബ്ജക്റ്റിന്റെ കൂടെ ഉള്ളതാണ്. ഫിൽട്ടർ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഫിൽട്ടർ എന്ന് പറയുന്നത് അറേക്കകത്ത് തന്നെ എനിക്കൊരു കണ്ടീഷൻ മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു അറേക്കകത്ത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. സോ മൈ അറേ ഡോട്ട് ഫിൽറ്റർ. ഫിൽറ്ററിന്റെ ഒരു സിന്റാക്സ് ഉണ്ട്. ഇത് നമ്മളിനി ഞാൻ നേരത്തെ പറഞ്ഞ ആരോ ഫംഗ്ഷന്റെ ഒരു ചെറിയ പുള്ളിയായിട്ട് വരും. ഫിൽറ്റർ ഐറ്റം വെയർ ഐറ്റം ഈക്വൽ ടു 4 ഇങ്ങനെ കൊടുത്തിട്ട് ലെറ്റ് ഫിൽറ്റേർഡ് അറേ എന്ന് കൊടുത്താൽ ലോഗ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ലോഗ് ചെയ്തായിരിക്കും. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഐറ്റം മോഡ് 2 should be equal to 0. ഓക്കെ, ഇത് നമ്മുടെ ഓർഡർ ഈവന്റ് ലോജിക്കാണ്. ഞാനപ്പോ ഇനി ഇത് റൺ ചെയ്യുകയാണെങ്കിൽ അറേ ക്ലിയർ നോഡ് യെസ് കണ്ട 244 മാറും വന്നു. കാരണം എന്റെ അറേനകത്ത് ഞാൻ ഫിൽട്ടർ ചെയ്തു. ഇതെന്ന് പറയുന്നതാണ് ആരോ ഫംഗ്ഷൻ. ലൈക്ക് ഇതൊരു ഫംഗ്ഷനാ. ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ശരിക്കും പറഞ്ഞ ഇതൊരു ഫംഗ്ഷനാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ആരോ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഫംഗ്ഷന്റെ ഒരു വകഭേദം, കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള സാധനം. തൽക്കാലം നോക്കണ്ട, ഇതിനകത്തുള്ളത് നോക്കണ്ട, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്താലും ജസ്റ്റ് ഫിൽട്ടർ എന്താന്നുള്ള മനസ്സിലാക്കാം. ഫിൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഓരോ ഐറ്റത്തിനെയും നമുക്കൊരു കണ്ടീഷൻ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് മൈ അറേക്കകത്തുള്ള
ഫിൽട്ടർ എന്ന് കൊടുത്തു. അതിനകത്തുള്ള ഓരോ ഐറ്റം എടുക്കാൻ പറഞ്ഞു. ഐറ്റം മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കാൻ പറഞ്ഞു. ഐറ്റം മോഡ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഓഡിൻ ഈവന്റ് ലോജിക്കാ. എന്ന് വെച്ചാൽ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ റിമൈൻഡർ 0 വരും. എപ്പോ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കേസിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ആൾക്കാരെ മാത്രം എടുത്ത് അറേക്കകത്ത് വെക്കുക. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ആൾക്കാരെ മാത്രം എടുത്ത് അറേക്കകത്ത് വെക്കും. ആ അറയാണ് എന്റെ ഫിൽറ്റർഡ് അറേ. ഈ ഫിൽറ്റർ ക്ലിയർ ആയോ? ഐ മീൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് നമ്മളൊരു ന്യൂ അറേ ഉണ്ടാക്കും. അതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. കോൺകാറ്റ് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രണ്ട് അറേ കാണും. ആ രണ്ട് അറേനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സാധനമാണ് കോൺകാറ്റ് കൺസ്ട്രക്ട് വയ്ക്കുന്ന സാധനം. ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറേക്കകത്ത് തന്നെ നമുക്ക് ഒരു എലിമെന്റ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ പറ്റും. ഫൈൻഡ് എന്ന് പറയുന്നത് ഓക്കെയാണ്, അത് എലിമെന്റിനാണ് റിട്ടേൺ ചെയ്യുന്നത്. എനിക്ക് ഒരു ഇഫിനകത്തൊക്കെ ഇട്ട് ഒരു ട്രൂ ഓർ ഫാൾസ് വാല്യൂ ആണ് നോക്കേണ്ടത്. ഏൽപ്പിക്കോ ആസ് എലമെന്റ് മൈ അറേ ഡോട്ട് എന്താണ് എന്റെ പേര്, ഫിൽട്ടറോ എന്താ ഇൻക്ലൂഡ്സ് 3 ഫോൾസ് വരേണ്ടതാണ്. ഇല്ല, ഓക്കെ, അത് സേവ് ആയില്ല. അല്ല ഞാൻ ഇവിടെ ലോഗ് ചെയ്ത മാർക്ക്. ഓക്കെ കേട്ടോ. ഈ അറേക്കകത്ത് 3 ഉണ്ടോ? 3 ഇല്ല. 3 ഇല്ലാത്തതുകൊണ്ട് അവന്മാരെന്ത് പറഞ്ഞ് വന്നേ അവിടെ കിടാം. ഓക്കെ, എന്റെ അറേക്കകത്ത് ഇപ്പോ 3 എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഫോൾസ് ആണ്. ഞാനിപ്പോ ഇതിനെ മാറ്റി 4 ആക്കുകയാണെങ്കിലോ ആ സാധനം ട്രൂ. ഇത് നമ്മൾ യൂഷ്വലി ലൈക്ക് ഇഫ് കണ്ടീഷനിലൊക്കെ എനിക്ക് ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് ആവശ്യം വരുന്നത്, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫൈൻഡ് ഉപയോഗിച്ചാൽ ആ ഒരു എലമെന്റാ കിട്ടുന്നത്. എനിക്കപ്പോ എലമെന്റ് ഉണ്ടോന്ന് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നോക്കണം എലമെന്റ് ഈക്വൽ ടു അല്ലെങ്കിൽ എലമെന്റ് ഡോട്ട് ഉണ്ടെങ്കിൽ ആസ് എലമെന്റ് അങ്ങനെ ചെക്ക് ചെയ്യണം. അതിന്റെ എളുപ്പം എനിക്ക് ഇവിടെ ട്രൂ ഫോൾസ് ഇട്ട് എനിക്ക് അത് വെച്ച് തന്നെ ഡയറക്റ്റ് ചെക്ക് ചെയ്യാം. സോ അതാണ് ഈ ഒരു ഇൻക്ലൂഡ്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ആരുണ്ട് നമുക്ക്? ഇൻഡെക്സ് ഓഫ് ഉണ്ട്. ഇൻഡെക്സ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എനിക്കൊന്ന് ആദ്യത്തെ എലമെന്റ് ഇൻഡെക്സ് റിട്ടേൺ ഇൻഡെക്സ് ഓഫ് 7 ട്രൂ. ഓക്കെ, മിക്കവാറും -1 അടിക്കും. -1 അടിക്കാൻ കാരണം ഞാൻ ഇവിടെ സ്ട്രിങ് കൊടുത്തു, ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആര്? ഇൻഡെക്സ് ഓഫ്. കണ്ട, ഞാൻ 7 കൊടുത്തപ്പോ 0 1 2 ഫൈൻഡ് കൊടുത്തു, ഫൈൻഡ് വർക്കായി. രണ്ടാമത്തെ ഇൻഡെക്സിലാണ് ആരുള്ളത്? 7 ഉള്ളത്. ഇപ്പൊ 5 കൊടുത്താൽ 2 മാറി 3 ആവണം. കണ്ട, സോ മൂന്നാമത്തെ ഇൻഡെക്സിലാണ് ആദ്യത്തെ 5 ഉള്ളത്. സോ അതാണ് ഇൻഡെക്സ് ഓഫ്. പിന്നെ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്, അവസാനത്തെ ആ ഇൻഡെക്സിലുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്. സോ അത് കൊടുത്താൽ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്താ അത്? ഓക്കെ, ഓ ഫംഗ്ഷന്റെ പേര് തെറ്റിയതാണ് ഗൈസ്. ആരും പേടിക്കണ്ട. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 4th ഇൻഡെക്സിലാണ്. അത് 4 വന്നു. ഓക്കെ, ഓ പുഷും പോപ്പും ഇവന്മാർ രണ്ടും വലിയ പുള്ളികളാ. എനിക്കിപ്പോ ഈ എന്റെ അറക്കകത്തോട്ട് ഒരു എലമെന്റിനെ പുഷ് ചെയ്യണമെന്ന് കരുതിക്കോ. ഒരു എലമെന്റിനെയും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ജാവ കമ്പയർ ടു അതർ ലാംഗ്വേജസ്, ജാവയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ജാവയിനകത്തും സീനകത്തൊക്കെ ഒരു അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡാ. ഐ മീൻ ലൈക്ക് ഞാൻ ആ അറേ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ അറേക്കകത്ത് എത്ര എലമെന്റ് കൊള്ളൂ എന്നുള്ളത് അത് ഫിക്സഡ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. എനിക്ക് ആ അറേക്കകത്ത് എത്ര വേണോ എന്താ പറയുന്നത് എലിമെന്റ്സിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ഒരു അറേക്കകത്തോട്ട് ഒരു എലമെന്റിനെ ആഡ് ചെയ്യണം. ഇതൊരു പഴഞ്ച എക്സാമ്പിൾ. നമുക്ക് വേറെ എന്തെങ്കിലും പുതു ആ 1 2 3 ഒരു സുഖമില്ല. ടിപ്പിക്കൽ റൂട്ട് ഈക്വൽ ടു ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. ഓക്കെ, എന്റെ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. എനിക്കപ്പോ ഇതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യണം? ബനാനയും കൂടെ ആഡ് ചെയ്യണേൽ ഫ്രൂട്ട്സ് ഡോട്ട് പുഷ് എന്താണ് പുഷ് ചെയ്യേണ്ടത്? ബനാന എന്നും കൂടെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേക്കകത്തോട്ട് ആര് കയറിക്കോളും? ബനാന കയറിക്കോളും. നമുക്ക് ലോഗ് നോക്കാം. കണ്ട, ബനാന വന്നു. പക്ഷെ അതിന് മുന്നെയാണ് ഞാൻ ലോഗ് ചെയ്ത് നോക്കുന്നെങ്കിലോ
ബനാന ഇല്ല. അതാണ് പുഷ്. ഇനി അടുത്തതെന്ന് പറയുന്നതേക്ക് എനിക്ക് വേണ്ടത് ഇതിനകത്തുനിന്ന് ഓറഞ്ചിനെ എടുത്ത് കളയണം. ഓക്കെ, ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ്. അതെന്താടാ ഓറഞ്ച് പോവാത്ത? ഓക്കെ, പോപ്പ് ചെയ്യുന്നത് എനിക്കൊരു സ്പെസിഫിക് എലമെന്റ് വൈസ് പോപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നത്. പോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും പോപ്പ് ചെയ്യുന്നത്. പോപ്പ് ഡോസിൻ ടേക്ക് എനി ആർഗ്യുമെന്റ്സ് ഗൈസ്. ഐ മീൻ ലൈക്ക് ഒരു പാരാമീറ്റർ എടുക്കത്തില്ല. പോപ്പ് ചെയ്താൽ ലാസ്റ്റ് എലമെന്റ് ആരാണോ അവൻ തെറിച്ചു. ലാസ്റ്റ് തന്നെയല്ലേ പോയത്? ലാസ്റ്റ് ആഡ് ചെയ്ത ബനാന തെറിച്ചു പോയി ഗൈസ്. അതാണ് പോപ്പിന്റെ ഗുണം. ഇവിടെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ അതിനകത്ത് ഇവിടെ നമുക്ക് ഇവിടെയും കൂടി ലോഗ് ഇടാം. അപ്പൊ സാധനം ക്ലിയർ ആവും. എനിക്ക് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ബനാന പുഷ് ചെയ്തപ്പോൾ ബനാന പുഷായി. അതാണ് ഇവിടെ ബനാന വന്നത്. അടുത്ത സ്റ്റെപ്പിനകത്ത് ഞാൻ ഫ്രൂട്ട്സ് ഡോട്ട് പോപ്പ് കൊടുത്തപ്പോൾ ലാസ്റ്റ് ഇരുന്ന ബനാന തെറിച്ചു പോയി. അതാണ് പുഷും പോപ്പും. ഫ്ലാറ്റ് പറഞ്ഞുതരാം. ഓക്കെ, എനിക്കിപ്പോ ഇങ്ങനത്തെ ഒരു വളരെ വൃത്തികെട്ട അറിവുണ്ടെന്ന് കരുതിക്കോളൂ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് കൂടാതെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കരുതിക്കോ. ഇതിനകത്ത് വീണ്ടും ഒരു അറ ഉണ്ടെന്ന് കരുതിക്കോ. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട അറ ഉണ്ടെന്ന് കരുതിക്കോ. ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഇതൊരു അറയ്ക്കകത്ത് ഞാൻ പറഞ്ഞുതരാം, എലമെന്റ് ആയിട്ട് എന്ത് വേണോ വരാം. ഒരു എലമെന്റ് വരാം, അതിനകത്ത് വീണ്ടും ഒരു അറ വരാം. സോ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട അറയുണ്ട്. നമ്പേഴ്സ് അറ എന്ന് പറഞ്ഞൊരു പേരിലൊരു അറയുണ്ട്. എനിക്ക് ഈ സാധനത്തിനൊന്ന് ഫോർമാറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ എനിക്ക് നമ്പേഴ്സ് അറേ ഡോട്ട് ഫ്ലാറ്റ് ഓഫ് ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ മതി. ടണ്ടടായം കണ്ടോ? ഇപ്പൊ അതിനകത്തുള്ള എലമെന്റിനെ എല്ലാം റിപ്പീറ്റേഷൻ മാറ്റിയിട്ട് ഒറ്റ അറയായിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ? ഈ ഇൻഫിനിറ്റി എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് ഡെപ്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അതിനകത്ത് എത്രാമത്തെ ഡെപ്തിൽ വരെ അറയുണ്ട്. ഇവിടെ എനിക്ക് 1 ഡെപ്ത് ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 ഡെപ്തിൽ വരെ ഉണ്ട്. അപ്പൊ ഇവിടെ 3 കൊടുത്താലും ആ ബിഹേവിയർ എക്സ്പെക്റ്റഡ് ആണ്. കണ്ടോ? ആ ഒരു സാധനം തന്നെയാണ് ഔട്ട് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഞാനിപ്പോ ഇവിടെ 2 കൊടുത്ത് എന്ത് പറ്റും? 2 കൊടുത്തല്ലോ അത് തന്നെ വരുന്നത്. സസ്പീഷ്യസ്. ഞാൻ പഠിച്ച പ്രകാരം അത് ഡെപ്ത് ആയിരുന്നു. ഇപ്പൊ ശരിയായി. ഇപ്പൊ ഒരു ഡെപ്തിലുള്ള ഒരു ചുമ്മാര് 0, 1 എന്നായിരിക്കും നോക്കുന്നത്. അതായിരിക്കും ഇതിനകത്ത് ഇപ്പൊ നോക്കി അറിയാം. ഒരു ഡെപ്തിലുള്ള ഇവിടെ ഉണ്ടായിരുന്ന സാധനം മാത്രം മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളത് അതുപോലെ നിർത്തിയിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഡെപ്ത് ആണ്. അത് അറിഞ്ഞുകൂടാത്ത കേസിൽ നമ്മൾ ഇൻഫിനിറ്റി ഇടും. അപ്പൊ എല്ലാ സാധനവും ക്ലിയർ ചെയ്തിട്ട് ഒറ്റൊരു സാധനമായിട്ട് തരും. അതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ അങ്ങനത്തെ വൃത്തിയായിട്ട് അറയ്ക്കകത്ത് ഇന്റേണലുള്ള അറയിലും തട്ടിയിട്ട് ഒറ്റൊരു സാധനമായിട്ട് തരും. പിന്നെ നമുക്ക് അറയാണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതൊരു അത്യാവശ്യ സാധനം, കുറെ ആവശ്യം വരാറുണ്ട്. എന്നുവെച്ചാൽ എന്റെ കയ്യിലുള്ള ഒരു സാധനം, ഐ മീൻ ലൈക്ക് ബാക്കനിൽ നിന്നൊക്കെ ഡേറ്റ വരുന്ന കേസിൽ ഒരു റിയൽ ടൈം കേസിനകത്ത് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ വരുമ്പോഴത്തേക്ക് വരുന്ന സാധനം അറയാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. സോ അറേ ഡോട്ട് ഈസ് അറേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് ഞാൻ നമ്പേഴ്സ് അറേ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത സാധനം അറയാണോ അല്ലേന്നൊരു സാധനം പറഞ്ഞു തരും. അതാണ്ടോ ഇവിടെ അറേ ആയാലും ട്രൂ വന്നിട്ടുണ്ട്.